നമസ്കാരം. കണ്ണൂരിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദികൾ, അതായത് 16 വേദികളായിട്ട് 10,000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലയുടെ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 നാൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ 4ാമത്തെ നാളിലാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പയ്യന്നൂരിലെ വിവിധ സ്റ്റേജുകളിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണം പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മറ്റൊരു 2 കലകൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു കലയാണ്, അതായത് കഥാപ്രസംഗം. കഥ പറയാനുള്ള കഴിവും പ്രസംഗിക്കാനുള്ള കഴിവും, ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമല്ല പാടാനുള്ള കഴിവ്, ഇങ്ങനെ 2-3 കഴിവുകൾ ചേർന്നാൽ മാത്രം ഉണ്ടാകുന്നൊരു കലാസൃഷ്ടിയാണ് കഥാപ്രസംഗം, അല്ലേ? പണ്ട് കാലങ്ങൾ നമ്മൾ വേദികൾ സാമ്പശിവനെ പോലുള്ള ഒരുപാട് പ്രാസംഗികർ നമ്മുടെ മലയാളത്തിൻ്റെ വിവിധ നമ്മുടെ ഒതല്ലോ പോലുള്ള കഥകളൊക്കെ നമ്മുടെ മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കലാകാരനാണ് സാമ്പശിവനെ പോലുള്ള കഥാപ്രസംഗം, നമ്മുടെ ഖാദിയന്മാർ. പക്ഷേ ഇപ്പോൾ കഥാപ്രസംഗത്തിൽ അവതരിപ്പിക്കുന്ന നമുക്ക് സ്റ്റേജിൽ ഇപ്പോൾ മിമിക്രി, അതുപോലെ തന്നെ നാടകം, ഗാനമേള, പിന്നെ സിനിമാറ്റിക് ഡാൻസൊക്കെ അരങ്ങ് വാഴുമ്പോൾ ഒരു കാലത്ത് അമ്പലപ്പറമ്പുകളെ പുളകം കൊള്ളിച്ചൊരു കലാസൃഷ്ടിയാണ് കഥാപ്രസംഗം. ഇപ്പോൾ ഈ കഥാപ്രസംഗ മേഖലയിൽ വേദികളിലേക്ക് വരുത്ത് കുറവാണോ എന്നൊരു സംശയമുണ്ട്. ഈ സംശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സെൻറ്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഭരണശ്ശേരിയിലുള്ള വിദ്യാർത്ഥികളാണ് എൻ്റെ കൂടെയുള്ളത്. ആ വിദ്യാലയത്തിനാണ് നമ്മുടെ 3 സെക്ഷൻ, അതായത് UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഈ 3 വിഭാഗത്തിലുള്ള കഥാപ്രസംഗ മത്സരത്തിലും 1ാം സ്ഥാനം A ഗ്രേഡ് നേടിയത് ഇതേ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് നമ്മുടെ UP സെക്ഷനിൽ കഥാപ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം A ഗ്രേഡ് നേടിയിരിക്കുന്ന കുട്ടികളാണ്. മോളുടെ പേര് വൈഗ, ബിജു, രാജേഷ്, 3 പേരും കൂടി ആളാണ് ഇദ്ദേഹം. ഓക്കെ, വൈഗ എന്ന് ഇദ്ദേഹത്തിൻ്റെ പേര്, ബിജു രാജേഷ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ജസ്ന സി കെ. ഞാൻ മോളെ പരിചയപ്പെട്ട് ഞാൻ ചോദിച്ചു, നമ്മൾ പേരിൻ്റെ കൂടെ വൈഗ, ബിജു, രാജേഷ് എന്ന് പറഞ്ഞു, അമ്മയുടെ പേരെന്താ വെക്കാഞ്ഞേ? നമ്മൾ പലപ്പോഴും ഉണ്ട്, നമ്മളെല്ലാവരും അച്ഛൻ്റെ പേര് മാത്രം എന്തുകൊണ്ട് പേരിൻ്റെ കൂടെ വെക്കുന്നു? ഇതിനൊരു പുനഃപരിശോധന വേണ്ടേ? നമ്മൾ മാതാ പിതാ ഗുരു ദൈവം, അല്ലേ? അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിതാവും ദൈവവും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കുട്ടികളുടെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെ പേര് മാത്രം ചേർക്കുന്നു? അമ്മയുടെ പേര് നിൽക്കട്ടെ, അല്ലേ? അതും വേണം നമുക്ക്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും അമ്മയുടെ പേരെന്താണ്? ജസ്ന സി കെ. അപ്പം മോളാണ് കഥ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആനുകാലിക വിഷയത്തെ ആസ്പദമാക്കി കഥാപ്രസംഗം, അല്ലേ? എന്താണ് വിഷയം? എന്തായിരുന്നു? കൽപ്പന ചൗള. അപ്പം ഈ ഒരു വിഷയം ആരാണ് മോളെ സെലക്ട് ചെയ്തത്? മിസ്സാണ്. എൻ്റെ പേര് മിസ്സിൻ്റെ പേര് റിൻഷ മിസ്. ആ മിസ്സിൻ്റെ ഒരു പ്രത്യേകിച്ചാൽ നിങ്ങളുടെ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഈ 3 വിഭാഗത്തിലെ കുട്ടികൾക്കും കഥാപ്രസംഗം പഠിപ്പിച്ചത് ഇതേ മിസ്സാണ്, അല്ലേ? ആ മിസ്സിൻ്റെ പിന്നെ വീട് എവിടെയെന്നറിയോ? അതാണ് അറിയില്ല. അഴീക്കോട്. പാസ് നമുക്ക് ടീച്ചറോടും ചോദിക്കാം. ഓക്കെ, അപ്പം മോൾ വൈകിയാണ് കഥാപ്രസംഗം അവതരിപ്പിച്ചത്. കൂടെ നമ്മുടെ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരുണ്ട്. അവർ 4 പേരും ഒരേ യൂണിഫോമിലാണ് നിൽക്കുന്നത്. മോളുടെ പേര് ഇവാന. എവിടെ സ്ഥലം? കണ്ണൂർ പള്ളിക്കുന്നാണ്. ഓക്കെ, ഏത് സംഗീത ഉപകരണം കൈകാര്യം ചെയ്തത്? ഞാൻ ഹാർമോണിയം ആയിരുന്നു ചെയ്തത്. മോളുടെ പേര് ശ്രീനിക ശുഭൻ. എവിടെ വീട്? പള്ളിക്കുന്ന്. ഏത് സംഗീത ഉപകരണമാണ്? തബലയാണ്. ഓക്കെ, മോളുടെ പേര്? ടിയാറ മിഷേൽ ചാൾസ്. മനസ്സിലായില്ല. ടിയാറ മിഷേൽ ചാൾസ്. ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ മിക്കവാറും 10 തവണയെങ്കിലും വായിച്ച് പഠിക്കാതെ ഈ പേര് എനിക്ക് പറഞ്ഞു. ഒന്നുകൂടി പേര് പറഞ്ഞേ. ടിയാറ മിഷേൽ ചാൾസ്. വാച്ച്, വെരി നൈസ് നെയിം. ഓക്കെ, എവിടെ വീട്? എവിടെ? ഭരണശ്ശേരി. മോളുടെ പേര്? ശ്രീനിധി ശുഭൻ. ട്വിൻസ്. ഏത് സംഗീത ഉപകരണം കൈകാര്യം ചെയ്തത്? ഞാൻ ടൈമിംഗ് ആണ്. ഓക്കെ, അപ്പം 4 പേര് 4 സംഗീത ഉപകരണങ്ങളാണ് കൈകാര്യം ചെയ്തത്. ഈ തബല പോലുള്ള സംഭവം, തബല എന്നൊക്കെ പറയുന്ന 2 വലിയ സംഭവങ്ങളാണ്. അത് കൈകാര്യം ചെയ്ത ആളൊക്കെ ഉണ്ടാവും. അതായത് സംഗീത ഉപകരണത്തിൻ്റെ വെയിറ്റ് സംഭവം എന്നല്ല, കൈകാര്യം ചെയ്തുള്ള കഴിവാണ് ഏറ്റവും വലിയ പ്രധാനം, അല്ലേ? ഓക്കെ, അപ്പം 4 പേര് കൂടി ഒരാൾക്ക് കഥാപ്രസംഗത്തിന് പിന്നണിയിൽ സംഗീത ഉപകരണം വായിച്ചു, 1ാം സ്ഥാനം നേടി. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ മത്സരങ്ങളുടെ ഒരു വിലയിരുത്തൽ? എങ്ങനെയുണ്ട്? പവർ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. 15 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിയിട്ട്. സബ് ജില്ലയിൽ അതേപോലെ തന്നെ ടൈറ്റ് ആയിരുന്നു. പിന്നെ ജില്ലയിൽ നമ്മൾ കുറച്ച് നമുക്ക് കിട്ടുന്ന എന്ന് ആദ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരെ കണ്ടപ്പോൾ പിന്നെ ഇതായി പോയി. പക്ഷെ എന്നാലും ഒന്ന് പതറി. പക്ഷേ നമ്മുടെ ഫുൾ ചെയ്തു, കോൺഫിഡൻസോടെ ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടി, സന്തോഷമായി. അപ്പം അവതരണത്തിൽ, അതായത് നമുക്കറിയാം ഓരോ ആൾക്കാരുടെയും അവതരണത്തിൽ ഈ കഥാപ്രസംഗത്തിലൊക്കെ കൈയുടെ ചലനങ്ങൾ, മുഖത്തെ ഭാവം, ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ് കഥാപ്രസംഗം പറയുമ്പം. കാരണം നമ്മൾ ഈ കണ്ടു നിൽക്കുന്ന ആളുടെ മുഖത്തും ആ ഒരു ഭാവം വരണമെങ്കിൽ അവതരിപ്പിക്കുന്ന ആളുടെ മുഖത്ത് ഭാവം ഉണ്ടെങ്കിലേ മറ്റുള്ള മുഖത്ത് ഭാവം വരുള്ളൂ, അല്ലേ? അപ്പം എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 3 വർഷമായിട്ട് ഇതേ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, വേറെ. അപ്പം ആദ്യം പറഞ്ഞ കഥയാണ് ഫസ്റ്റ് മോള് കഥാപ്രസംഗം മേൽ വന്ന് ഫസ്റ്റ് പറഞ്ഞ കഥയാണ്? ഫസ്റ്റ് കൊറോണയുടെ കഥയാണ്. ആ കാലം പോയി,
അപ്പോൾ ഉണ്ട് കൊറോണയുടെ കഥാപ്രസവം പോയി. രണ്ടാമത് ചെയ്തത് രണ്ടാമതും കൽപ്പന ചൗളനെ കൽപ്പന ചൗള സീസൺ 2.0 അതാണ്. ഓക്കെ, അപ്പം നമ്മൾ കൽപ്പന ചൗളയുടെ പിന്നെ രണ്ടാമത്തെ കഥയാണ് മോൾ. അതായത് അതിന് അവർ തന്നെ ആ മേട്ടറിനെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം സ്ഥാനം എ ഗ്രേഡ് UP സെക്ഷൻ നേടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ശകലം നമുക്കൊന്ന് കേൾക്കാം. റെഡിയല്ലേ? പക്ഷെ ഒറ്റ കാര്യമുണ്ട്, വേദിയിൽ ഇവർ കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ഹാർമോണിയും തബലയും മറ്റ് ടൈമറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ സ്വാധീനമില്ല, അതിന് സാന്നിധ്യമില്ല. പക്ഷേ കഥ നമുക്ക് കേൾക്കാം. ഒന്ന് ചെയ്യാൻ റെഡിയല്ലേ? റെഡി, സ്റ്റാർട്ട്. നമസ്കാരം. സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നവർ മാത്രമേ ചരിത്രത്തിൽ ജീവിക്കുകയുള്ളൂ. സ്വന്തം കൽപ്പനകൾക്ക് ചിറകു തെറിപ്പിച്ച് ആകാശ വീഥികൾ കീഴടക്കിയ അസാധാരണമായ പെൺകരുത്ത് കൽപ്പന ചൗള. അവരുടെ ജീവിതം മുഹൂർത്തങ്ങളിലൂടെ ഒരല്പനേരം നമുക്ക് സഞ്ചരിക്കാം. 1961 ജൂലൈ 1 ഹരിയാനയിലെ ഒരു കൊച്ചു ഗ്രാമം കാർണൽ. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ബനാറസ് ലാൽ ചൗളയ്ക്കും സാനിയോഗതിക്കും ഒരു പെൺകുഞ്ഞ് പിറന്നു. 2 പെൺകുഞ്ഞുങ്ങൾക്കും ഒരു ആൺകുഞ്ഞിനും ശേഷമുണ്ടായ 4ാമത്തെ കുട്ടി. ഒരു ആൺകുഞ്ഞിനെ കൂടി പ്രതീക്ഷിച്ചിരുന്ന ആ കുടുംബം അല്പം നിരാശരായെങ്കിലും അവർ ആ കുഞ്ഞിനെ സന്തോഷപൂർവ്വം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ആ കുഞ്ഞിന് മനോഹരമായൊരു പേരിട്ടു, കൽപ്പന. കൽപ്പന അമ്പിളി മാമനെ കാണാൻ വാശി പിടിച്ച് കരഞ്ഞിരുന്ന കാലം. നമുക്കവളെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണം. ബനാറസ് ലാൽ ചൗള തൻ്റെ കുഞ്ഞു മകളെ ഓർത്ത് അഭിമാനിച്ചു. എന്നാൽ കൽപ്പനയുടെ കണ്ണ് അങ്ങ് ആകാശത്തേക്ക് തന്നെയായിരുന്നു. അമ്പിളി മാമനെയൊന്നു തോടാം, ആകാശത്തേക്കു പറക്കാം, അക്കാണും നീലമേലാപ്പിൽ കളിക്കുന്ന നക്ഷത്രക്കൂട്ടരോടൊന്നു മിണ്ടാം. അവൾ മോഹിച്ചു. അവളോടൊപ്പം ആ മോഹങ്ങളും വളർന്നു വന്നു. കൽപ്പന സാധു ബാലനികേതനിൽ വിദ്യാർത്ഥിനിയായി. സൗരയൂഥത്തെയും ബഹിരാകാശത്തെയും കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ അവൾ പ്രത്യേകം ഉത്സാഹം കാണിച്ചു. കൂട്ടുകാർ മരങ്ങളുടെയും പൂക്കളുടെയും ചിത്രങ്ങൾ വരച്ചപ്പോൾ കൊച്ചു കൽപ്പന വിമാനങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചിത്രങ്ങൾ വരച്ചു. വിമാനങ്ങളോടുള്ള ആരാധന അവളെ പറക്കാൻ മോഹിപ്പിച്ചു. 1969 ജൂലൈ 21 കൽപ്പനക്കന്ന് കേവലം 8 വയസ്സ് മാത്രം പ്രായം. അന്നാണല്ലോ ചന്ദ്രനെ ആദ്യം നേരിൽ കണ്ടു അന്നാ 3 മനുഷ്യർ. അന്നവർ നാട്യശാസ്ത്രത്തിൻ്റെ മിന്നും വിജയ പതാക. ലോകം ആ മനുഷ്യ വിജയം കണ്ട് ആഹ്ലാദം കൊണ്ട നിമിഷം. ചന്ദ്രനിലിറങ്ങിയ നീൽ ആംസ്ട്രോങ് വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ്റെ ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിയുടെ കുതിച്ചുചാട്ടം. ലോകം ആഹ്ലാദത്തിലാറാടി. വിദ്യാലയങ്ങൾ വിജയാരവങ്ങളിൽ അമർന്നു. എന്നാൽ കൊച്ചു കൽപ്പന വിമാനങ്ങളുടെ മാതൃകയുണ്ടാക്കിയാണ് ആ വിജയം ആഘോഷിച്ചത്. എനിക്കും പറക്കണം. ആ 8 വയസ്സുകാരുടെ വർത്തമാനം കേട്ട് സഹപാഠികൾ പൊട്ടിച്ചിരിച്ചു. എന്നാൽ ആ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അസാധാരണങ്ങളായിരുന്നു. പറക്കണം പറക്കണം, പറന്നുയർന്നു പോകണം, ദൂരെ ദൂരെയുള്ളതൊക്കെ കണ്ണുകൊണ്ടു കാണണം. വർഷങ്ങൾ കടന്നുപോയി. കൽപ്പന ഹൈസ്കൂൾ ക്ലാസ്സിലെത്തി. പാഠപുസ്തകങ്ങൾ ബഹിരാകാശത്തെയും നക്ഷത്രങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ശാസ്ത്രം അവളുടെ ഇഷ്ടവിഷയമായി മാറി. ഞാനും ഒരിക്കൽ ബഹിരാകാശത്തേക്ക് പോകും. കേട്ടില്ലേ ഇവള് ബഹിരാകാശത്ത് പോകൂന്ന്? ഒന്ന് പോടെ, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. താൻ ഒരു പൊട്ടി പെണ്ണ് തന്നെ. ആൺകുട്ടികൾ അവളെ കളിയാക്കിയപ്പോൾ കൽപ്പനയുടെ കണ്ണുകൾ തിളങ്ങി. സ്വരം ദൃഢമായി. ഞാൻ പോകും, പോയിരിക്കും, ഉറപ്പ്, അവൾ പറഞ്ഞു. അത് കേട്ട് കൂട്ടുകാരൻ പരന്നു. അവളിലെ സങ്കല്പങ്ങളെ തൊട്ടറിഞ്ഞ നിർമ്മലാംബൂതിരിപ്പാട് എന്ന അധ്യാപിക ശാസ്ത്രലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള അറിവുകൾ അവൾക്ക് പകർന്നു നൽകി. വായന അവളൊരു വിനോദമാക്കി മാറ്റി. മിടുമിടുക്കിയായി പഠിച്ചു. കാലം ചിറകുള്ള പക്ഷിയെപ്പോലെ കാതങ്ങൾ താണ്ടിപ്പറന്നു. കൽപ്പന 12ാം ക്ലാസ് ജയിച്ചു. ഉന്നതമായ വിജയം. അവൾ ഇന്ന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയായ പെൺകുട്ടിയാണ്. എനിക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. മകളുടെ ആഗ്രഹം കേട്ട ആ പിതാവ് ഒരു നിമിഷം വരുന്നു. മോളെ, നീ ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ ഒരു ഡോക്ടറാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്ക് യു. ഇപ്പം നല്ല ക്ലാപ്പ് കൊടുത്തേ. യെസ്, അതായത് ഈ മോളിപ്പോൾ നമ്മൾ കഥാപ്രസംഗം ഇപ്പോൾ പറഞ്ഞ കഥയിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ, അതായത് ഒരാളെയും നമ്മൾ പരിഹസിക്കാനോ കളിയാക്കാനോ വിലയിരുത്താനോ പാടില്ല. അല്ലേ? ഫസ്റ്റ് പോണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പരിഹസിച്ചു. പക്ഷേ ആ ദൃഢനിശ്ചയം പരിഹസിക്കുമ്പോൾ അടിയുറച്ച് വിശ്വാസം എടുക്കാൻ കൽപ്പന ചൗളക്ക് സാധിച്ചു. അല്ലേ? അപ്പോൾ നമ്മുടെ ദൃഢനിശ്ചയം, നമ്മൾ ഒന്നായി തീരാൻ വേണ്ടി ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു വെച്ചാൽ അവിടെ എത്തിച്ചേരും എന്നുള്ളതിന് ഒരു
എന്താ പറയുക, ഒരു കാലത്തിനും അത് മായ്ച്ചെല്ലാം പറ്റും. നമ്മുടെ ദൃഢനിശ്ചയമാണ് നമ്മുടെ ലക്ഷ്യത്തെ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യത്തെ എത്തട്ടെ. എന്തായാലും UP സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് സംസ്ഥാനത്തേക്ക് പോകാൻ ഇപ്പോൾ ഏതായാലും ആ റൂട്ട് ക്ലിയർ അല്ല അല്ലേ? അടുത്ത വരുമ്പോൾ നമുക്ക് നടക്കട്ടെ. പഠിച്ചിട്ട് ആരാകാനാണ് മോൾക്ക് ആഗ്രഹം? IAS ഓഫീസർ. IAS ഓഫീസർ. ഓക്കെ, മോൾക്ക് ഡോക്ടർ ആവാനാഗ്രഹം. ഡോക്ടർ ആവണം. ഓക്കെ, മോൾക്ക് ഡോക്ടർ. 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 എനിക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ, ഞാൻ പഠിക്കുന്നുണ്ട്, കീബോർഡും പിയാനോയും പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പാട്ട് എഴുതാനാണ് താല്പര്യമുള്ളത്. എഴുതാനുണ്ടോ? ആ, എന്നുവെച്ചാൽ വലുതാകുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കുന്നോളം, മലയോളം ആഗ്രഹിച്ചാൽ ഒരു കുന്നോളം കിട്ടും അല്ലേ? ഒരുപാട് ആഗ്രഹിക്കുക. എല്ലാവരും നന്നായിട്ട്. ഒറ്റ കാര്യമാണ്, നമ്മൾ ഈ സംഗീതവും അതുപോലെ തന്നെ കഥയും ഒക്കെ പഠിക്കുന്നതിനിടയിൽ നമ്മൾ യഥാർത്ഥ നമ്മുടെ പഠനം മറന്നു പോകരുത്. അതുകൂടി കൊണ്ടുപോകണം. പിന്നെ കൂടെ നമ്മുടെ കൂട്ടുകാരോടും സഹജീവികളോടും സ്നേഹത്തോടെ പെരുമാറുക. നമ്മുടെ പുഞ്ചിരി, മുഖത്തുനിന്നും പുഞ്ചിരി മായാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംഭവമൊക്കെ പഠിപ്പിച്ചിരിക്കുക നമ്മുടെ അധ്യാപിക. 3 സെക്ഷൻ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഥാപ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടിക്കൊടുത്ത ആ ടീച്ചർ ഉണ്ടല്ലോ. ആ ടീച്ചർ പേരെന്താണ്? റിൻഷ മിസ്കി. ആടുന്നെങ്കിൽ ഇങ്ങോട്ട് വാ. ടീച്ചർ വരുന്നുണ്ട്, വാ. ഈ ടീച്ചറാണ് 3 സെക്ഷനിലെ കുട്ടികളെയും കഥാപ്രസംഗം പഠിച്ചത്. നമസ്കാരം ടീച്ചറെ. ഓക്കെ, ടീച്ചറെ യഥാർത്ഥ പേര്? റിനിഷ. ഇനീഷ്യൽ? റിനിഷ പ്രഗീത്. എവിടെ സ്വന്തം സ്ഥലം എവിടെയാണ്? അഴീക്കോട്. അഴീക്കോട് എവിടെ? അഴീക്കോട് 3 നിരത്ത് ചാൽ. 3 നിരത്ത് ചാല്. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു കഥാപ്രസംഗ മേഖലയിൽ ടീച്ചർ എത്ര വർഷം? ഞാൻ 2ാം ക്ലാസ് മുതൽ മത്സര രംഗത്തുണ്ട്. പ്രൊഫഷണലായിട്ട് സമീപിച്ചത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം. അമ്പല സ്റ്റേജ് പ്രോഗ്രാംസ് ബാംഗ്ലൂർ, ചെന്നൈ എവിടെയൊക്കെ ചെയ്യാറുണ്ട്. കേരളത്തിൽ സത്യം പറഞ്ഞാൽ കേരളത്തിൽ വേദികൾ, പ്രത്യേകിച്ച് കണ്ണൂരിൽ കഥാപ്രസംഗത്തിന് കുറവാണ്. പക്ഷേ പ്രവാസികൾക്കാണ് കഥാപ്രസംഗത്തോട് കൂടുതൽ ഇഷ്ടമുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ല, കേരളം മൊത്തം നമ്മൾ മാറ്റം വന്നേ പറ്റുള്ളൂ. കാരണം മേഡം പറഞ്ഞ പോലെ ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ്റെ പരിപാടി കഥാപ്രസംഗം വെക്കും, മുംബൈ പല സ്ഥലത്തും. പക്ഷേ കേരളത്തിൽ കഥാപ്രസംഗത്തിന് ആൾക്കാരില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഏറ്റവും വലിയൊരു കലയാണോ തിരിച്ചറിവ് നമ്മൾ. കാരണം ഒരു പണ്ട് കാലങ്ങൾക്ക് നമ്മളെ വീട്ടിൽ മുത്തശ്ശി ഉണ്ടാവും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ. ഇന്ന് മുത്തശ്ശിമാരുണ്ടോ? ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ കഥകൾ കേൾക്കണമെങ്കിൽ കഥാപ്രസംഗം വന്നേ പറ്റുള്ളൂ. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ 3 ഗ്രേഡിലുള്ള കുട്ടികളൊക്കെ പഠിപ്പിച്ച് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ടീച്ചർക്ക് ഉണ്ടാകുന്ന ഒരു വികാര നിർബുദ്ധി എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. എൻ്റെ കൂടെ, എൻ്റെ പിന്നണിയിൽ എനിക്ക് എല്ലാ സഹായം ചെയ്തു തരുന്ന 2 പേരുണ്ട്. ഒന്ന് ജയനേഴും, തബല, ടൈമറൊക്കെ കൈകാര്യം ചെയ്യുന്നത്, സിമ്പിളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചെടുത്തത് ജയേട്ടനാണ്. പിന്നെ ജോയ് മാസ്റ്റർ പിലാത്തറ സാറാണ് ഹാർമോണിയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് അവരുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഈ ഒരു രംഗത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഗുരു ശ്രീ MR പയ്യട്ടം, അദ്ദേഹമാണ് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നത്. പിന്നെ പുതിയ കഥകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. കഥ നേരത്തെ കുട്ടികളോട് പറഞ്ഞല്ലോ, കഥകൾ പഴയതാണ് എന്നുള്ളത്. പഴയ കഥകളല്ലാതെ പുതിയ കഥകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ കഥാപ്രസംഗം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഫസ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ എസ്കോട്ടിങ് ടീച്ചേഴ്സ്, ഇപ്പോൾ പേൾ മിസ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചറൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റ് റീസസിലെ HM, അതായത് കഥാപ്രസംഗത്തിന് അവർ ഇത്തിരി പ്രോത്സാഹനം തരുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ അവിടുത്തെ സംഗീതാധ്യാപിക സുമാവർമ്മ, അവരൊരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ്. നമ്മുടെ ജോയ് മാസ്റ്റർ ജോയ് മാഷ് ഒന്നുകൂടെ വന്നേ. പിന്നെ ജയമാഷ് ഇങ്ങോട്ട് വന്നേ. വാ ജോയുടെ നമസ്കാരം. യെസ്, എനിക്കറിയുന്ന ആളാണ്. പക്ഷേ നമ്മൾ ചാനലിൻ്റെ മുന്നിൽ പറയുമ്പം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. വന്നോളൂ ജോയ് മാഷ്, വാ. ഇത് ജോയ് മാഷ്. നമസ്കാരം. ജോയ് മാഷ്, എങ്ങനെയുണ്ട് നമ്മളിപ്പം കഥാപ്രസംഗത്തിൽ കുട്ടികളെല്ലാവരും 1ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമല്ലേ? ആദ്യമായിട്ട് നമ്മൾക്കിപ്പോൾ UP ഹൈസ്കൂള് +2 എല്ലാം കിട്ടുന്നത്. നമ്മൾ രണ്ടാളെ അതിൻ്റെ ഓർക്കസ്ട്ര ഇട്ട് കൊടുക്കൂല, അതാണ്. പിന്നെ സെക്കൻഡും മിക്കവാറും നമുക്ക് തന്നെയാണ് കിട്ടല്. നമ്മൾ തന്നെയാണ് സെക്കൻഡ് വന്നത്, നമ്മൾ ചെയ്ത് തന്നെ. പിന്നെ നമ്മൾ ഓർക്കസ്ട്ര കാര്യമായി ശ്രദ്ധിക്കാം. നമ്മൾ ഒരു 23 കൊല്ലമായി. നമ്മൾ 23 വർഷമായി. സ്കൂളിൽ 25 വർഷമേ വർക്ക് ചെയ്യുന്നത്. ബാക്കി 23 വർഷം തന്നെ നമ്മൾ ഹൈസ്കൂളിൽ സ്കൂളുകൾ പ്രൊഫഷണൽ പോകുന്നുണ്ട്. എങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ റിട്ടയർഡായി, എന്നാലും കുട്ടികളുടെ തന്നെ എപ്പോഴും മനസ്സിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്ന കാര്യം കുട്ടികളുടെ കൂടെ. അതെ, കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റേറ്റിലേക്ക് സെൻറ്റ് റീസസിനെ പ്രതിനിധീകരിച്ചിട്ട് ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അല്ലേ? പിന്നെ ഒന്നും കൂടി നമ്മൾ ചെയ്യും. തബലേൻ്റെ ഇന്നത്തെ കാലം നമുക്കറിയാം. നമ്മളെ മക്കളൊന്നും ഈ പുതിയ കാലത്ത് തബല പഠിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. കാരണം ആ ഒരു ഇൻസ്ട്രുമെൻറ്റോട് കുഞ്ഞുങ്ങൾക്ക് താല്പര്യം കുറവാണ്.
അപ്പോൾ നമ്മൾ പലപ്പോഴും കലോത്സവത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ സംഗീതത്തിൽ അഭിരുചിയില്ല, അതായത് അത്യാവശ്യം താളബോധമുള്ള കുട്ടികളാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടികളെ ഏകദേശം നമ്മളേതായ രീതിയിൽ പഠിപ്പിച്ചെടുക്കുന്നു. പക്ഷേ ഈ സെൻറ്റ് തെരേസാസിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല താളബോധമുള്ള മക്കളൊക്കെ ആയതുകൊണ്ട് വളരെ നന്നായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഒരു പ്രൊഫഷണൽ ഓർക്കസ്ട്രേൻ്റെ സ്റ്റൈലിൽ രംഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോയ് മാഷും ഞാനും റിൻഷയൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ടീമാണ്. മൂർത്തികളാണ്. ടീം വർക്കാണ്. നമ്മൾ കഴിഞ്ഞ ഏകദേശം 10-15 വർഷമായിട്ട് കഥാപ്രസംഗ മേഖലയിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോകുന്നത് നമ്മളെ കുട്ടികൾ തന്നെയാണ്. വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 15 വർഷമായിട്ടുണ്ടാവും. നമ്മൾക്കല്ലാണ്ട് വേറെ കിട്ടില്ല. ഇല്ല, കൊടുക്കൂല. വരുമ്പോൾ നമ്മൾ തരൂല. മക്കളെ എങ്ങനെ സഹായിക്കാനുണ്ടാവും ഹൈസ്കൂളിലായാലും. ഒരു പവർ കൂടിയാണ്. സ്കൂളിന്റെ ഭാഗത്ത് ടീച്ചർ ആരായിരുന്നു? സ്കൂളിൻ്റെ പേൾ മിസ് ഉണ്ട്. പേൾ മിസ്. ആ, നമ്മുടെ പേൾ മിസ് അവിടുന്ന് ക്യാമറ എടുത്തോണ്ടിരിക്കുക. ആ, ഓൾ ഇൻ ഓൾ. വാ ആശാ മിസ്, ആശാ മിസ്, ആശാ മിസ് അവിടെ വാ. പേൾ മിസ് വാ വാ ഒന്ന്. ആ, പേൾ മിസ്സാണ്. പേൾ മിസ്സാണ് ഇതിൻ്റെ ജീവനാടി. ഇതാണ് പേൾ മിസ് എന്ന് പറഞ്ഞ ജീവനാടി. കൂട്ടി യോജിപ്പിക്കാൻ ഒരേ ഒരാള് മേഡത്തിന്റെ സ്ഥലം എവിടെയാ? ഞാൻ ചാല, കണ്ണൂർ തന്നെ ചാല. മേഡത്തിന്റെ പേര്? ആശ. ആശ. മേഡത്തിന്റെ സ്ഥലം എവിടെ? മട്ടന്നൂര്. അപ്പോൾ ഇവരൊക്കെ ഒന്നിച്ച് ചേർപ്പിക്കേണ്ട ആൾക്കാർ നിങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ 3 സെക്ഷനിലും 1ാം സ്ഥാനമാണ്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു 3 വർഷം മുന്നേ ആണ് നമുക്ക് റിൻഷനെ കിട്ടിയത്. അപ്പോൾ 2022 സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മൾ പങ്കെടുത്തു, അതിന് എ ഗ്രേഡ് കിട്ടി. 2023 സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുത്തു, അതിന് എ ഗ്രേഡ്. ഈ വർഷം ഞങ്ങൾ പോകുന്നുണ്ട്. നേടും, എ ഗ്രേഡ് എന്തായാലും നേടും. അതെ അതെ. കുട്ടികൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു. പിന്നെ റിൻഷ മിസ്സും ഒക്കെ തിരുത്തിയൊക്കെ കൊണ്ട് നന്നായി. അതായത് പണ്ടേ മലയാളത്തിലൊരു പഴഞ്ചൊല്ലാണ്, ഒത്തുപിടിച്ചാൽ മലയും പോരുന്ന പഴഞ്ചൊല്ലാണ്. എന്താണ്, യാഥാർത്ഥ്യമാണോ? അത് പഴഞ്ചൊല്ലാണ്. എന്നാലും ഒത്തുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരെല്ലാവരും കൂടി, അതായത് സ്കൂളിലെ അധ്യാപികയായി കഴിഞ്ഞാൽ, നമ്മുടെ കൗണ്ടേഴ്സ് അപ്പടെ നമ്മുടെ മാഷ്മാരായി കഴിഞ്ഞാൽ, കുട്ടികളെല്ലാവരും കൂടി ഒത്തുപിടിച്ചു ആ മലയെ കൈക്കലാക്കി എന്നുള്ളതാണ്. അത് 1ാം സ്ഥാനം നേടി. അപ്പം നമുക്ക് ഇവരിപ്പം നമ്മുടെ UP സെക്ഷൻ അവിടെ സംസ്ഥാനത്ത് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവരെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾ ഹൈസ്കൂളും നമ്മൾ സംസ്ഥാനത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, കണ്ണൂരുള്ള സെൻറ്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബർണശ്ശേരി. യെസ്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും അടിച്ചു പൊളിക്കുക. വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ 16 വേദിയിലായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം വീണ്ടും കാണാം. ഓക്കെ.